ഫലസ്തീനികൾക്കെതിരായ ക്രൂരമായ അതിക്രമങ്ങളുടെ പേരിൽ കുപ്രസിദ്ധിയാർജിച്ച ഇസ്രായേലി സൈനിക യൂണിറ്റാണ് നെറ്റ്സ യഹൂദ. ഇസ്രായേലി പ്രതിരോധ സേനാ യൂണിറ്റായ ഈ നെറ്റ്സ യഹൂദക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ആക്സിയോസ് എന്ന വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നെറ്റ്സ യഹൂദ ബറ്റാലിയനെതിരെ ഉപരോധം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈനിക ബലത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഇസ്രായേലിലെ ഈ യൂണിറ്റിന് ഉപരോധം ഏർപ്പെടുത്താനും കാരണമുണ്ട്. വെസ്റ്റ് ബാങ്കിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിലാണ് ഈ യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതെന്ന് അമേരിക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 1960കൾ മുതൽ ഇസ്രായേലിന്റെ ശക്തമായ പിന്തുണക്കാരായ അമേരിക്ക ഇതാദ്യമായാണ് ഇസ്രായേലിനെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തുന്നത്. അമേരിക്കയുടെ ഉപരോധിക്കാനുള്ള നീക്കം അസംബന്ധമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന്റെ ഡിഫൻസ് സേനയിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് നെറ്റ്സ യഹൂദയാണ്. അവരെ ഉപരോധിക്കാനുള്ള നീക്കം അസംബന്ധവും ധാർമ്മികമായ അധപതനവുമാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഞാൻ നയിക്കുന്ന സർക്കാർ ഇതിനെതിരെ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ നെറ്റ്സ യഹൂദ ബറ്റാലിയൻ ആരാണ്? ഇസ്രായേലിന്റെ ഒരു സൈനിക യൂണിറ്റിന് മാത്രം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ യൂണിറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ യാഥാസ്ഥിതികവാദികളെ മാത്രം ഉൾപ്പെടുത്തിയുണ്ടാക്കിയ പ്രത്യേക സൈനിക വിഭാഗമാണ് നെറ്റ്സ യഹൂദ. യഹൂദ മതത്തിലെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് സൈനികർക്ക് പ്രവർത്തിക്കാവുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രത്യേക യൂണിറ്റ് കൂടിയാണിത്. വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ യൂണിറ്റ് ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതകൾക്ക് പേരുകേട്ട വിഭാഗം കൂടിയാണ്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കഫീർ ബ്രിഗേഡിന്റെ ഭാഗമായാണ് നെറ്റ്സ യഹൂദ പ്രവർത്തിക്കുന്നത്. മുമ്പ് നഹൽ ഹരേദി എന്നായിരുന്നു ഈ വിഭാഗം അറിയപ്പെട്ടിരുന്നത്. ഹരേദി ജൂതന്മാരെ സൈനികരായി സേവനമനുഷ്ഠിക്കാൻ അനുവദിക്കുന്നതിന്റെ ഭാഗമായി 1999ലാണ് ഈ യൂണിറ്റ് ആരംഭിച്ചത്. 2022 അവസാനത്തോടെ പലസ്തീൻ സിവിലിയന്മാർക്കെതിരായ നിരവധി ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകളെ തുടർന്നാണ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ US സ്റ്റേറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നെറ്റ്സ യഹൂദ സൈനികർ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളും ക്രൂരതകളും വർദ്ധിച്ചതിനാലാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ ഒരു ഉപരോധം അമേരിക്ക കൊണ്ടുവന്നാൽ പിന്നീട് അമേരിക്കൻ സേനയ്ക്കൊപ്പം ഈ വിഭാഗത്തിന് പരിശീലനം നടത്താനോ അമേരിക്കൻ സൈനികർ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കാനോ സാധിക്കില്ല. ഇതിനു പുറമെ ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ നെറ്റ്സ യഹൂദയിലെ സൈനികർക്ക് നൽകാനും സാധിക്കില്ല. മുമ്പ് പലസ്തീൻ പൗരന്മാർക്ക് നേരെ സൈനികർ ആക്രമണം നടത്തിയ സംഭവങ്ങളെ തുടർന്ന് ഇസ്രായേൽ സർക്കാർ തന്നെ ഈ ബറ്റാലിയനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നുള്ള തീരുമാനത്തിലെത്തി നിൽക്കുമ്പോൾ ഇനി ഇരു രാജ്യങ്ങളുടെയും തീരുമാനം എന്താണെന്നാണ് അറിയാനുള്ളത്.